ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 23 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 24-ാമത്തെ ശ്ലോകം നോക്കാം. യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈർസഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. യഹ യാതൊരാൾ, ഏവം ഇപ്രകാരം, പുരുഷം പുരുഷനെയും, പ്രകൃതിം ച പ്രകൃതിയെയും, ഗുണൈർസഹ ഗുണവിശേഷങ്ങളോടുകൂടി, വേത്തി അറിയുന്നുവോ, സർവഥാ വർത്തമാന അപി അയാൾ എവിടെ വസിക്കുകയും ഏത് കർമ്മം ചെയ്യുകയും ചെയ്താലും, ഭൂയഃ വീണ്ടും, ന അഭിജായതേ ജനിക്കുന്നില്ല അഥവാ മുക്തിയെ പ്രാപിക്കുന്നു. യാതൊരാൾ ഇപ്രകാരം പുരുഷനെയും പ്രകൃതിയെയും ഗുണവിശേഷങ്ങളോടുകൂടി അറിയുന്നുവോ, എവിടെ വസിക്കുകയും ഏത് കർമ്മം ചെയ്യുകയും ചെയ്താലും അയാൾ വീണ്ടും ജനിക്കുന്നില്ല അഥവാ ജനന മരണചക്രത്തിൽ നിന്നും മുക്തനാകുന്നു. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. ഇപ്രകാരം പ്രകൃതിയെയും പുരുഷനെയും അവയുടെ ഗുണവിശേഷങ്ങളെയും അറിയുന്നവൻ അഥവാ അവയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ധരിച്ചവൻ മുക്തനായിത്തീരുന്നു അഥവാ ജന്മരഹിതനായിത്തീരുന്നു. കാരണം അയാൾ ഏതു സാഹചര്യത്തിൽ വസിച്ചാലും ഏതു കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും നിസ്സംഗനായി വർത്തിക്കുന്നു. അതൊന്നും അയാളെ ബാധിക്കുന്നില്ല. പുരുഷൻ നിർവികാരനും നിർഗുണനും നിരാകാരനുമാണ്. പുരുഷൻ എന്നാൽ പരംപുരുഷൻ. പ്രകൃതിയാകട്ടെ ത്രിഗുണാത്മകവും പരിണാമവിധേയവുമാണ്. പ്രകൃതിയുടെ പരിണാമത്തിലൂടെ ജനിക്കുന്ന ശരീരത്തിൽ ആത്മചൈതന്യമായി പരംപുരുഷനായ പരമാത്മാവ് ജീവാത്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജീവിയുടെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. എന്നാൽ ആ കർമ്മങ്ങളുടെ കർത്തൃത്വവും ഭോക്തൃത്വവും ആത്മാവിനില്ല. അത് വെറുമൊരു സാക്ഷി മാത്രമാണ്. ഈ ആത്മീയ തത്വങ്ങളെയും ദേഹം, ദേഹി, അതായത് ശരീരം, ജീവാത്മാവ്, പരമാത്മാവ് ഇവ തമ്മിലുള്ള ബന്ധത്തെയുമെല്ലാം അറിയുന്നവൻ നിസ്സംഗനായി കർമ്മങ്ങളനുഷ്ഠിച്ച് മോക്ഷഗതിയെ പ്രാപിക്കുന്നു. ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തനാകുന്നു. പരമാത്മചൈതന്യത്തിൽ ലയിക്കുന്നു. ഇത്തരത്തിൽ ജീവൻ മുക്ത ഭാവത്തിലെത്തിയവരാണ് ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും വിവേകാനന്ദ സ്വാമികളുമെല്ലാം. അവർ ജീവിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നില്ല, ലോകസംഗ്രഹത്തിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ വിവരിച്ചത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.